ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MLA ബോർഡൊക്കെ വെച്ച വണ്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ നിങ്ങൾ എന്താ സംഭവം എന്ന് എഴുതിയിരിക്കൂല്ലേ? ഒന്നുമല്ല, ഇന്ന് നമ്മളൊരു MLAക്ക് ഒരു വാഹനം കൈമാറാൻ പോവാണ്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വാഹനമാണ്. അദ്ദേഹം സഫാരി കാർസിൽ നിന്ന് ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡെലിവറി കൊടുക്കുന്ന ചടങ്ങുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് MLA ആണ്, ആർക്കാണ് വാഹനം കൊടുക്കുന്നത്, എന്താണ് അഭിപ്രായം എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. നമ്മളെ കസ്റ്റമറോട് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ സഫാരി കാർസിലോട്ട് നമ്മളെ വീഡിയോയിലോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. സാറേ വരി, സഫാരി കാർസിലോട്ട് സ്വാഗതം. ഇത് പ്രേം സാറാണ്, നമ്മുടെ ഒറ്റപ്പാലം MLA ആണ്. ഒരു വർഷം മുന്നേ ഒന്ന് സഫാരി കാർസിൽ വന്നിട്ടുണ്ട് സാറിൻ്റെ സുഹൃത്തിന് ഒരു ഇന്നോവ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അന്നൊരു ഇതിവിടെ വെക്കട്ടെ. അന്നൊരു ഇന്നോവ എടുത്ത് പോയതാണ്. പക്ഷേ അന്ന് തന്നെ സാറ് പറഞ്ഞിരുന്നു ഒരു ക്രിസ്റ്റ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വാഹനം റെഡി ആയിട്ടുണ്ട്. സാറ് ഫാമിലി സുഹൃത്തുക്കളും എല്ലാവരും കൂടെയാണ് വന്നിട്ടുള്ളത്. സാറ് കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട് അല്ലേ? എന്നാൽ നമുക്ക് അവരെയും കൂടെ സ്വാഗതം ചെയ്താലോ? എന്നാ വരി. അപ്പോൾ ഇത് സാറിൻ്റെ വൈഫ്, മോന്, മോള് അല്ലേ? മോൻ്റെ പേരെന്താ? ആസാദ്. മോളെ പേര് ആര്യ. ദീപ. പിന്നെ ഇദ്ദേഹത്തിനാണ് ഇതാ പറഞ്ഞത്, ഇദ്ദേഹത്തിനാണ് അന്ന് നമ്മൾ ഇന്നോവ കൊടുത്തത്. നിങ്ങളെ പേര്? രാജേഷ്. രണ്ട് രാജേഷ്മാരുണ്ട്. അജിത്ത്, അന്ന് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. രാഹുൽ, പ്രജീഷ് അന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സാറിന് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാല്ലേ? എനിക്ക് വളരെ നല്ല വിശ്വസ്തതയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് സഫാരി കാർസിനെ കണ്ടിട്ടുള്ളത്. നല്ല നിലയിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ കസ്റ്റമേഴ്സിനോട് പറയുകയും എല്ലാ കാര്യങ്ങളും വളരെ ജെന്റിലായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സ്ഥാപനമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വീണ്ടും വന്നതും ഇവിടെ നിന്ന് കാറ് വാങ്ങാമെന്ന് ഉദ്ദേശിച്ചതും. നല്ല നിലയിൽ ഈ സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റമായാലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു അന്തസ്സോട് കൂടിയിട്ടുള്ള കുലീനതയോട് കൂടിയിട്ടുള്ളൊരു പെരുമാറ്റം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ ആദ്യം മുതലേ ക്രിസ്റ്റ എടുക്കാനായിരുന്നു ആഗ്രഹം, ഇന്നോവ അല്ലെങ്കിൽ ക്രിസ്റ്റ? അതെ, ഞാനങ്ങനെ വണ്ടി എടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഡസ്റ്റർ വാങ്ങിയിട്ട് അധികം ആയിരുന്നില്ല. സെക്കൻഡ് ഹാൻഡ് ഡസ്റ്ററാണ് മേടിച്ചിരുന്നത്. അത് മേടിച്ച് 2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങി 1 വർഷം തികയുന്നതിന് മുമ്പാണ് സുഹൃത്ത് അജിത്തിൻ്റെ കാറ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ പിന്നെ ഏതായാലും ഇനി മാറ്റുമ്പോൾ ഒരു വണ്ടി ഇവിടെ നിന്ന് എടുക്കാമെന്ന് അന്ന് ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്റ്റ എടുക്കാന്നുള്ള ഒരു താല്പര്യ മോഹമായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ ഞാൻ ഈ ഒരു അവസരത്തിൽ സംശയമാണ് ചോദിക്കട്ടെ. ഇപ്പം എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പം MLA ആയിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് വണ്ടിയാണെന്നാണ് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം എല്ലാ MLAമാരും കുറേ ഇന്നോവ ഉണ്ട്, അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന വണ്ടിയാണെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ MLAമാർക്ക് സത്യത്തിൽ വണ്ടി ഇല്ലേ? MLAമാർക്ക് ഗവൺമെന്റ് വണ്ടി തരുന്നില്ല. MLAമാർക്ക് പിന്നെ കാറ് മേടിക്കുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പയായിട്ട് തരും. തിരിച്ചടയ്ക്കണം. അപ്പോൾ സാർ ഇതുവരെ ഒരു ഡസ്റ്ററായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് നമുക്ക് തന്ന് സാറൊരു ഇന്നോവ ക്രിസ്റ്റ എടുക്കുന്നൊരു മുഹൂർത്തമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാറിന് വണ്ടി കൈമാറാൻ കഴിഞ്ഞതിൽ. ഞങ്ങൾക്ക് കൈമാറാം. സാറിന് ചെറിയൊരു ഗിഫ്റ്റ്. നമ്മൾ റോൾസ് റോയ്സിലൊക്കെ കുട കൊടുക്കുന്ന പോലെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റിൽ കുറേ ആൾക്കാർ റെഫർ ചെയ്തിരുന്നു. വണ്ടി വാങ്ങുന്നവർക്ക് റോൾസ് റോയ്സിൽ കൊടുക്കുന്ന പോലെ കുട കൊടുക്കണം. സാർ ഇതൊന്ന് നമ്മൾ ഫസ്റ്റ് കസ്റ്റമർക്ക് കുട കൊടുക്കുന്നത് സാറിനാണ്. ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്.
സന്തോഷം താങ്ക് യു സാർ. സാറ വണ്ടീൻ്റെ കീ നമുക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം.